ഇന്ന് സൺഡേ മോർണിംഗ് ആണ്. സാധാരണഗതിയിൽ സൺഡേ ഒക്കെ ആകുമ്പോൾ ഞാൻ കിടന്നുറങ്ങാണ് പതിവ് ഒരു 7, 8, 9 മണി വരെ. ഇന്നിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എണീച്ച് കുളിച്ച് റെഡിയായി നിൽക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് കോട്ടയ്ക്കൽ ഡ്യൂട്ടി ഉണ്ട്, അവിടേക്ക് പോകണം. ഞാനും ഷിബിനയും കൂടിയാണ് പോണത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 7 മണിക്കും 8 മണിക്കും അങ്ങനെ അലാറം വെച്ച് കിടക്കും. എന്നിട്ട് അത് ഒരു 7 മണിയാവുമ്പോൾ അലാറം അടിച്ചാലാണ് ഞാൻ ചാടി എണീക്കുന്നത്. പിന്നെ ഞാൻ ശടപടി എന്ന എല്ലാ പണികളും തീർത്തിട്ട് എനിക്ക് 9 മണിക്ക് നമ്മുടെ പട്ടാമ്പിയിൽ ഓഫീസിലെത്തണം. ഇന്നിപ്പോൾ കോട്ടയ്ക്കലേക്ക് പോവായ കാരണമാണ് ഇത്ര നേരത്തേക്ക് എണീച്ചത്. ഈ 6:30 എന്നുള്ള സുപ്രഭാതമൊക്കെ ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ കാണുന്നത്. പിന്നെ ഇനി ഇവിടുന്ന് അവിടെ പട്ടാമ്പി വരെ സ്കൂട്ടി ഓടിച്ച് പോയിട്ട് പട്ടാമ്പിയിൽ നിന്ന് ഞാനും ഷിബിനയും കൂടി വളാഞ്ചേരി ബസ്സിൽ പോകണം. ഇവിടുന്ന് ഞങ്ങൾ രണ്ടാളും വളാഞ്ചേരി ബസ്സിലൊക്കെ കയറി. ഇനി നമ്മുടെ കയറുമ്പോൾ തന്നെ ഞാൻ അവളോട് പറഞ്ഞു കേട്ടോ, എനിക്ക് സൈഡ് സീറ്റ് തരണം, കാരണം എനിക്ക് വീഡിയോ എടുക്കാനുണ്ട് എന്നൊക്കെ. അവൾക്ക് ഇഷ്ടമൊന്നും ആയിട്ടില്ല, എന്നാലും അവളത് സമ്മതിച്ചു. ഇപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ ഗുരുവായൂർ, സാക്ഷാൽ ഗുരുവായൂർക്ക് പോകുന്ന സിഗ്നലിൻ്റെ ആ റോഡാണത്. ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ പട്ടാമ്പിയിൽ ഒരു ഗുരുവായൂർ അമ്പലമുണ്ട്, ചെറിയ ഗുരുവായൂർ. അതിൻ്റെ ഗോപുരമാണ് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോണത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷാൽ ഗുരുവായൂർക്ക് പോയിട്ട് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് കൃഷ്ണൻ എവിടെയാണ് ഇരിക്കണമെന്നൊക്കെയാണ് നമ്മുടെ പണ്ടത്തെ സങ്കല്പം. അങ്ങനെ നമ്മൾ സൈഡത്തെ കാഴ്ചകളൊക്കെ കണ്ട് വന്ന് ഇപ്പം നമ്മൾ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്, ഞങ്ങളെ പ്രതീക്ഷിച്ചിട്ടെന്ന പോലെ കോട്ടയ്ക്കൽ ബസ് അത് അവിടെ നിൽക്കണം. പിന്നെ ഞാനും ഷിബിനയും കൂടിയിട്ട് ആ ബസ്സിൽ ചാടി കയറി. കാരണം ഇവിടുന്ന് ഈ ബസ് വിട്ടാൽ പിന്നെ കുറേ ലേറ്റാവും. ഞങ്ങൾക്ക് എന്തായാലും അവിടെ ഒരു 9 മണിയാകുമ്പോൾ എത്തണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഇവിടുന്ന് ഞങ്ങൾ പിന്നെ ബസ് എടുത്തു. ഞങ്ങളിതാ റോട്ടിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മെയിൻ റോഡിലേക്ക് കടന്നാൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്. കാരണം ഹൈവേയിലേക്കാണ് നമ്മൾ പോണത്. അവിടുന്ന് സൈഡിലൊക്കെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് പണി നടക്കണതിൻ്റെ കാഴ്ചകളും അങ്ങനെ പുതിയ റോഡ് വന്നിട്ട് അതിലെ വണ്ടികൾ പോകുന്നതിൻ്റെ ഇതൊക്കെ കാണാനായിട്ട് നല്ല രസം. എനിക്കാണെങ്കിൽ ഈ റോഡിലൊക്കെ കാഴ്ച കാണാൻ ഭയങ്കര രസമാണ്. ഈ സൈഡിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ റോഡ് പണിക്ക് വേണ്ടി സൈഡിൽ നിന്നൊക്കെ മണ്ണൊക്കെ നീക്കിയിട്ട് അതൊക്കെ ചെയ്തതിൻ്റെ ഇതൊക്കെയാണ് ഇപ്പോൾ കണ്ടത്. ഇവിടെയൊക്കെ തോന്നുന്നു ടവറോ അങ്ങനെ എന്തോ സംഭവത്തിൻ്റെ ഇതാണ് കാണിക്കുന്നത്. സൈഡൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പണി തീർത്ത് വരുന്നതേ ഉള്ളൂ. അതിൻ്റെ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ കൂടെയുള്ള റോഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇനി അന്ന് ഞങ്ങൾ വന്ന സമയത്ത് ഈ താഴത്ത് ഇപ്പോൾ പോണ വണ്ടികളൊന്നും പോകണില്ലായിരുന്നു. അന്ന് അവിടെയൊക്കെ ബ്ലോക്കായിരുന്നു. ഇപ്പോൾ അവർ അതിലൊക്കെ തുറന്ന് വിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ കൂടെ കാണുന്ന ഈ കട്ടകളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ മതിൽ പോലൊരു പണിത് വെച്ചിരിക്കുക. ആ കട്ടയൊക്കെ വെച്ചത് കാണാൻ നല്ല ഭംഗിയാണിത്. ഇവിടെ ഇപ്പോൾ ഒരു ബോർഡ് കണ്ടില്ലേ, ഈ റോഡ് നമ്മുടെ കോഴിക്കോട്, കാസർഗോഡ് അങ്ങോട്ടൊക്കെ പോകാനുള്ള ഹൈവേ ആണ് ഇത് കൂടെ ഉള്ളത്. പിന്നെ ഇപ്പോൾ ഇത് നമ്മൾ തൃശ്ശൂർ പോവുകയാണെങ്കിലും ഏത് സ്ഥലത്ത് പോവുകയാണെങ്കിലും കാണുന്ന ഒരു സംഭവമാണ്. റോഡ് പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും ടോളൊക്കെ അവർ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇത്രയും നാൾ നമുക്ക് ഇതിന് പോകണമെങ്കിൽ ഫ്രീ പാസ്സായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് പോകണമെങ്കിൽ എല്ലാവർക്കും പൈസ കൊടുത്തിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ അടുത്തത് ഇവിടുത്തെ ഈ ഒരു പന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇത് ആ ഒരു സൈഡിലുള്ള ചെടികളും ഇതൊക്കെ. ഏകദേശം നമ്മൾ കോട്ടയ്ക്കൽ സ്റ്റാൻഡിൽ എത്തി. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്ക് ഷിബിനയ്ക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട്. കാരണം നല്ല വിശക്കണുണ്ട് ഇപ്പോൾ. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ. ഇവിടെ ഇറങ്ങിയിട്ട് വേണം കടകൾ തപ്പാനായിട്ട്. ഞാനും ഷിബിനയും കൂടി ഇവിടെ ഇറങ്ങിയിട്ട് ഈ ഒരു ഇതിനെ ഒരു വലം വെച്ച് വന്നു. പക്ഷേ എവിടെയും ഒരു കട പോലും തുറന്നിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ നോമ്പ് ഇതൊക്കെ ആയതുകൊണ്ട് ഒരൊറ്റ കടയും തുറന്നിട്ടില്ല. അതിൻ്റെ അടുത്ത് തന്നെ ഇപ്പം നമ്മൾ കണ്ടില്ല ഒരു ദിനോസറിൻ്റെ സ്റ്റാച്ചു ആണ്. അത് കാണാൻ നല്ല ഭംഗിയാട്ടോ. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, മുന്നിൽ കണ്ട KR ബേക്കറിയിൽ കയറി അവിടെ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് ആ ബംഗാളി ചേട്ടൻ വരുന്നുണ്ട്. അയാളോട് എന്താ കഴിക്കാനുള്ളത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ചായയും സ്നാക്സും മാത്രമേ ഉള്ളൂ എന്ന്. ഞാനും ഷിബിനും പണ്ടത്തെ ഒരു നമ്മുടെ നൊസ്റ്റാൾജിയൊക്കെ ഓർമ്മ വന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ചായയും 2 പരിപ്പ് വടയും ഓർഡർ ചെയ്തു. പരിപ്പ് വട രാവിലെ ആയ കാരണം നല്ല ഫ്രഷ് പരിപ്പ് വടയാണ് കേട്ടോ. ചായയും നല്ല എന്താ പറയുക, പണ്ടത്തെ ചായക്കടയിലൊക്കെ പോയിരുന്ന് കുടിക്കുന്ന ഒരു ചായയുടെ ഫീലൊക്കെ വന്നു നമുക്ക്. ആ ചായ ഞാനും ഷിബിനെ എടുത്തിട്ട് കുടിക്കാൻ തുടങ്ങി. പരിപ്പ് വട ഇപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഷിബിനതാ ചായ നല്ല ഊതി കുടിക്കുന്നുണ്ട് അവൾ. ഞാനും ചായയൊക്കെ എന്താ ഒന്ന് തണുത്തതിന് ശേഷം കുടിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ അത് പിന്നെ ഞങ്ങൾക്ക് പോകേണ്ട ഒരു ടൈം ആയതുകൊണ്ട് ഞാനും വേഗം ചായ കുടിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പൈസയൊക്കെ കൊടുത്ത് ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങി. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്, മെയിൻ റോഡ് ക്രോസ് ചെയ്യാൻ എനിക്ക് നല്ല പേടിയാണ്.
ഞാൻ ഷിബിനയുടെ കൈയും പിടിച്ച് പതുക്കെ റോഡെല്ലാം ക്രോസ് ചെയ്ത് അവിടെ ആദ്യം കണ്ട ഓട്ടോ ചേട്ടനെ തന്നെ വിളിച്ചിട്ട് ഞങ്ങൾ ആ വണ്ടിയിൽ കയറിയിരുന്നു. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് എന്താ വെച്ചാൽ കോട്ടയ്ക്കൽ ഞങ്ങളുടെ സിറ്റി പോളിക്ലിനിക്കിൽ എത്തണം. ഇപ്പം തന്നെ ഏകദേശം 8:45 ആയി. ഞങ്ങൾക്ക് അവിടെ 8:45 എത്തേണ്ടത്. പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റായി ഇപ്പോൾ. ഇനി ഇവിടുന്ന് നമ്മൾ റോഡിൽ പോണ വഴിക്കാണ് നമ്മുടെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ചെടികൾ, അതായത് അവിടെ മരുന്ന് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചെടികളും അവിടെ എന്താ പറയുക പാലെടുക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ആടുകളുടെ ഇതൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഇപ്പോൾ കണ്ടില്ലേ ഒരു സൈഡിലൊരു ബിൽഡിങ്. ആ ബിൽഡിങ് പണ്ട് ഞാൻ കണ്ടപ്പോഴേക്കും എന്താ സംഭവം തന്നെ മനസ്സിലായില്ല. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഓഡിറ്റോറിയം കേട്ടോ. ഇപ്പോഴാണ് എനിക്കത് സംഭവം മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ വന്നതാ നമ്മുടെ സിറ്റി പോളിക്ലിനിക്കിൻ്റെ മുന്നിലെത്തി. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും പേഷ്യൻസ് വന്നിട്ടുണ്ട്. സാറ് ഒരു 8 മണിയാകുമ്പോഴത്തേനും എത്തിയിട്ടുണ്ട് തോന്നുന്നു. ഞാനും ഷിബിനയും കൂടി ബാഗും സംഭവങ്ങളും എല്ലാം ഞങ്ങളുടെ സെക്ഷനിൽ വെച്ചിട്ട് ഞങ്ങൾ ചാടിക്കയറി ജോലിയിൽ കയറിയിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇനി കുറച്ച് പണികളുണ്ട്. ഉച്ചയാകുമ്പോൾ ഏകദേശം ഫുഡൊക്കെ കഴിക്കേണ്ട ടൈം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മണിയാകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഷഹന ഫുഡ് കൊണ്ടുതരാമെന്ന് പറഞ്ഞാൽ അവൾ ഇന്ന് പെരുന്നാളിൻ്റെ ഇതൊക്കെ ആയ കാരണം ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുതരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അവൾ കൊണ്ടുതരാൻ പറഞ്ഞപ്പോൾ വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. അവൾ വീട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് ഫുഡ് എടുത്തു തന്നു. പക്ഷെ ആ ഫുഡ് തുറന്നപ്പോഴത്തേന് ഇതാ ഓരോ സെക്ഷനിൽ നിന്നും ആൾക്കാർ ഓടി ഓടി വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ മണം അവിടെ എല്ലാം വന്നിട്ട്. പിന്നെ പണ്ട് നമ്മൾ കോളേജിൽ കൈയിട്ട് വാരി തിന്ന ഓർമ്മയൊക്കെ പുതുക്കാൻ എല്ലാവരും വന്ന് ഓരോ വായ കഴിച്ചു. അങ്ങനെ അതിന് ശേഷം ഞാനും ഷിബിനും അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീണ്ടും കോട്ടയ്ക്കൽ നിന്ന് വളാഞ്ചേരി ഇട്ടു പട്ടാമ്പി എത്തിയപ്പോൾ ഷിബിനയ്ക്ക് ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവൾ വണ്ടിയിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞാൻ അവളോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നു. പിന്നെ എന്തായാലും ഇതുപോലുള്ള കുറേ വീഡിയോസ് ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഈ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്.